കർത്താവിൻ്റെ പുനർനാമം മഹത്വപ്പെടട്ടെ. ഒരു സഭായോഗത്തിലൂടെ ഒരുമിച്ച് കൂടുവാനും ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ദൈവഭാഗ്യം നൽകിയെന്ന് കടന്നിരിക്കുന്ന എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 12-ാമത് വചനം വായിച്ച് കേൾക്കാം. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 12-ാമത് വചനം. അവൻ ഒരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ടു, കവിണ്ണു വീണു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അവനോട് അപേക്ഷിച്ചു. യേശു കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി. കണ്ണുകളടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ പകൽക്കാലത്തിനായിട്ട് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വന്നു. അങ്ങടിയങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യണം. കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ യേശുവിൻ്റെ കാൽക്കൽ വീണു. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. യേശു കൈ നീട്ടി അവനെ തൊട്ടിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാം. ഇന്ന് പകൽക്കാലം കർത്താവിന് നമ്മെ വിടുവിക്കുവാൻ മനസ്സുണ്ട്. നമുക്ക് മനസ്സുണ്ട്. നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുവാൻ ഈ പകൽക്കാലം സഹായിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. നമുക്ക് വളരെ പരിചയമുള്ളൊരു വേദഭാഗമാണ്. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ആരെല്ലാം കർത്താവിന്റെ അടുക്കൽ വന്നിട്ടുണ്ടോ അവരെല്ലാവരും വിടുവിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മത്തായി സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഗിരിപ്രഭാഷണം കഴിഞ്ഞ് കർത്താവ് മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഓടി വന്നൊരു കുഷ്ഠരോഗി മുട്ടുകുത്തിയിട്ട് കർത്താവിനോട് പറയുന്നു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. യേശു അല്പം പോലും താമസിച്ചില്ല. യേശുവിന്റെ കരം അവന്റെ മേൽ വെച്ചു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഇന്ന് പകൽ ആരൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ ആർത്തിയോടെ കടന്നു വരുന്നുവോ, യേശുവിന്റെ പാദപീഠത്തിൽ വീഴുവാൻ മനസ്സുണ്ടോ, അവരെ വിടുവിപ്പാൻ ദൈവശക്തനാണ്. നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ വീഴുന്നവരാണ് പലരും. ഡോക്ടർമാർ പറയുന്നത് അനുസരിക്കുന്നവരാണ്. അനുസരിക്കേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. അതിനേക്കാൾ ഉപരി യേശുവിന്റെ മുമ്പിൽ വീഴുവാൻ, യേശുവിന്റെ മുമ്പിൽ മുട്ടുമടക്കുവാൻ ആര് തയ്യാറാകുന്നു, ദൈവം നൽകുന്ന വിടുതൽ നിലനിൽക്കുന്ന വിടുതലാണ്. ഹല്ലേലൂയ. ദൈവം ഒരു രോഗിയെ സൗഖ്യമാക്കിയാൽ ആ സൗഖ്യം നിലനിൽക്കുന്ന സൗഖ്യമാണ്. യേശു കർത്താവിന്റെ അടുക്കൽ വന്ന കുഷ്ഠരോഗി യേശുവിന്റെ കാൽക്കൽ വീണിട്ട് പറയുകയാണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ, യേശു കർത്താവിലൂടെ സൗഖ്യമാക്കുവാൻ അതെ യേശുവിന്റെ മേൽ ആ അധികാരമുണ്ട്, ശക്തിയുണ്ടെന്ന് ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞു. ഇനി ആവശ്യം യേശുവിന്റെ മനസ്സ് മാത്രം. ആ യേശുവിന്റെ മനസ്സ് അവനെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം അവന്റെ മേൽ കരം വയ്ക്കുവാൻ ആ മനുഷ്യൻ ചെയ്തൊരു കാര്യം യേശുവിന്റെ മുമ്പിൽ വീഴുകയാണ്. നമുക്ക് യേശുവിന്റെ മുമ്പിൽ വീഴാൻ സമയമുണ്ടോ? ദൈവത്തിന്റെ സന്നിധിയിൽ താണിരിക്കുവാൻ താല്പര്യമുണ്ടോ? കഴിഞ്ഞ ആഴ്ചയിൽ കോട്ടയത്ത് ഒരു കല്യാണത്തിന് സംബന്ധിക്കുമ്പോൾ CSIയുടെ ബിഷപ്പാണ് വിവാഹ ശുശ്രൂഷ നടത്തിയത്. കോട്ടയം ഡയസസിലെ അദ്ദേഹം പറഞ്ഞത് ഒരു പട്ടക്കാരന്റെ വിവാഹമായിരുന്നു അത്. അദ്ദേഹം പറഞ്ഞ ശുശ്രൂഷയില് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ശുശ്രൂഷകൾ ആരംഭിക്കുമ്പോൾ നന്നായിരിക്കും, കുറെ കഴിയുമ്പോൾ നിങ്ങളുടെ ഇന്ന് മനുഷ്യന്റെ ജീവിതത്തില് ഒഴിവാക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് വേദപുസ്തക വായനയും
ഒന്ന് കുടുംബ പ്രാർത്ഥന. ബാക്കി ഏതെങ്കിലും കാര്യങ്ങൾ മുടക്കാറുണ്ടോ? ഒരു കാര്യങ്ങളും മുടക്കാറില്ല. വേദപുസ്തക വായനയും കുടുംബ പ്രാർത്ഥനയുമാണ് മുടക്കുന്നത്. അതുകൊണ്ടാണ് ജനം ശാപഗ്രസ്തരായി പോകുന്നത് അദ്ദേഹം പറഞ്ഞു. വിവാഹ ശുശ്രൂഷയിൽ പ്രസംഗിക്കുമ്പോൾ വളരെ ആധികാരികമായി തന്നെ ചില കാര്യങ്ങൾ അദ്ദേഹം ഓർപ്പിക്കുവാനിടയായി. നമ്മുടെയൊക്കെ കുടുംബജീവിതം ആരംഭിച്ചിട്ട് എത്രയോ വർഷങ്ങളായി, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവത്തെ ആരാധിക്കുന്ന എത്രയോ വർഷങ്ങളായി. കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് കഴിയുന്നു? നമ്മുടെ ഭവനങ്ങളിലെ കുടുംബാരാധനകളിലോ കുടുംബ പ്രാർത്ഥനകളിലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കാൻ കഴിയുന്നുണ്ടോ? പല കുടുംബത്തിലും അപ്പൻ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അടുക്കളയിലായിരിക്കും, മാതാപിതാക്കൾ പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അതേ മൊബൈലിന്റെ മുമ്പിലായിരിക്കും. എന്തുകൊണ്ട് അനുഗ്രഹം വരുന്നില്ല? അനുഗ്രഹം വരുന്ന വഴി ദൈവവചന വ്യവസ്ഥയുടെ മാത്രമേ വരികയുള്ളൂ. കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുവാൻ, ദൈവസന്നിധി വീഴുവാൻ ആര് തയ്യാറാകുന്നു അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇന്നും എന്റെ ദൈവം ശക്തനാണ്. ദൈവത്തിന്റെ ശക്തിക്ക് ഒരു കുറവും വന്നിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം അതേ ദൈവത്തോട് അടുത്തു വരാൻ കഴിയാതിരിക്കുന്നത്, ദൈവത്തിൽ എന്തുകൊണ്ടാ മുട്ടുമടക്കാൻ കഴിയാതിരിക്കുന്നത്, ദൈവത്തിന്റെ സന്നിധി വീഴാൻ കഴിയാത്തത് എന്താ? ഇന്ന് പകൽ അതിനെന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ യേശുപ്പനോട് ഏറ്റുപറയണം. ഒരു മനുഷ്യരോടും പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിൽ നിന്ന് അകന്നു പോയോ, നീ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് മടങ്ങി വരുവാൻ തയ്യാറായാൽ, യേശുപ്പന്റെ പാദപീഠത്തിൽ വീഴുവാൻ തയ്യാറായാൽ, ഏത് വ്യാധിയെയും സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്ന് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ! ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാം തയ്യാറാണെങ്കിൽ, ഒരു കുടുംബം ചില നാളുകൾക്ക് മുമ്പ് അതേ ഒരു ഉദരസംബന്ധമായ സഹോദരിക്ക് ഒരു രോഗവുമായി പ്രാർത്ഥനയ്ക്കായിട്ട് വന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കുടുംബമായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ തീരുമാനമെടുത്താൽ ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. നിങ്ങളുടെ ശരീരത്തിൽ കത്തിവയ്ക്കാൻ അനുവദിക്കയില്ല. ഇല്ല എങ്കിൽ നേരെ ആശുപത്രിയിൽ തന്നെ പോകാൻ പറഞ്ഞു. തീരുമാനമുണ്ടോ? ആ തീരുമാനം സ്വർഗത്തിലെത്തുമ്പോൾ ദൈവത്തിന്റെ വിടുതൽ വരും. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥനയുടെ ആവശ്യമില്ല. കർത്താവിന്റെ സന്നിധിയിൽ വീഴുവാൻ തയ്യാറായാൽ, കർത്താവിന്റെ ഒന്ന് വിശ്വസിക്കുവാൻ തയ്യാറായാൽ, കർത്താവിൽ സൗഖ്യമാക്കുന്ന ശക്തിയുണ്ട്. യേശുവിന്റെ പാദപീഠത്തിൽ വീഴുവാൻ, യേശുവിനോട് ചേരുവാൻ തയ്യാറായാൽ ദൈവം വിടുവിപ്പാൻ ശക്തനാണ്. അനേക രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് നന്മ അനുഭവിക്കാൻ കഴിയാതെ അതേ പലതരത്തിലുള്ള പ്രതിസന്ധികൾ കുടുങ്ങിക്കിടക്കുന്നത് എന്താ? സ്നാനപ്പെട്ടതല്ലാതെ അടുത്ത ദൈവവചനം അനുസരിപ്പാൻ കഴിയുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്ന വഴികൾ നടക്കുവാൻ കഴിയുന്നില്ല. മത്തായി സുവിശേഷം 28:18 മുതൽ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വായിച്ചാൽ കർത്താവ് പഠിപ്പിക്കുന്നത്, നിങ്ങൾ സ്നാനപ്പെട്ടാൽ മാത്രം പോരാ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കണം. അപ്പൊ കർത്താവിന്റെ ഉപദേശം സ്വീകരിക്കുവാൻ ഇന്ന് ആർക്കാണ് ഉപദേശത്തിന്റെ ആവശ്യം? അപ്പൻ മക്കളെ ഉപദേശിച്ചാൽ അത് ഇഷ്ടമില്ല, രക്ഷപ്പെടാത്ത മക്കളാണ്. മാതാപിതാക്കളുടെ ഉപദേശം പോലും ഇഷ്ടപ്പെടാത്ത മക്കൾ എങ്ങനെ പാസ്റ്ററുടെ ഉപദേശം കൈക്കൊള്ളും? എങ്ങനെ കർത്താവിന്റെ ഉപദേശം കൈക്കൊള്ളും? ദൈവത്തിൽ മടങ്ങി വരുവാൻ, ദൈവത്തിൽ യഥാസ്ഥാനപ്പെടുവാൻ, കർത്താവിന്റെ പാദപീഠത്തിൽ മുട്ടുമടക്കുവാൻ ആര് തയ്യാറാകുന്നു അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എന്റെ ദൈവം സർവശക്തനാണ്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് നമ്മൾ വചനത്തിലേക്ക് വരുമ്പോ കർത്താവിന്റെ സന്നിധിയിൽ ആരൊക്കെ മുട്ടുമടക്കിയിട്ടുണ്ടോ, ആ യേശുവിൽ ആരൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ അവരൊക്കെ വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്ന എല്ലാറ്റിനും വിടുതൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നാം ദൈവമല്ല, മനുഷ്യരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകാം. പൂർണ്ണതയുള്ള മനുഷ്യനില്ല, അത് കർത്താവ് മാത്രമേ ഉള്ളൂ പൂർണ്ണൻ.
നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബലഹീനതകളും കുറവുകളും വരാം. അതിനെല്ലാം ഫില്ല് ചെയ്യുവാൻ നീ കേൾക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ എന്റെ ജീവിതത്തിലെ കുറവെന്തെന്ന് കണ്ടുപിടിച്ച് ശോധന ചെയ്ത് ദൈവസ്ഥിതി വീട് കിടന്ന് കരയുവാൻ നാം തയ്യാറായാൽ, ആ കർത്താവുമായുള്ള ബന്ധമെന്ന് പുനഃസ്ഥാപിക്കുവാൻ കഴിഞ്ഞാൽ, നിങ്ങൾ ഭവനത്തിലെത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ വിടുതൽ വീട്ടിലെത്തിയിരിക്കും. അപ്പൊ ദൈവം വിശ്വസ്തനാണ്. എന്റെ കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറുന്നവനല്ല. പാസ്റ്റർമാരുടെ വാക്കുകൾ മാറാം, മനുഷ്യരുടെ വാക്കുകൾ മാറാം, അധികാരികളുടെ വാക്കുകൾ മാറാം, എന്നാൽ ദൈവം വാക്കു പറഞ്ഞാൽ മാറുന്നവനല്ല. എന്റെ ഒരു സ്നേഹിതൻ പറയുന്ന വാദമുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ലാത്ത കാര്യം അദ്ദേഹം ആളുകളോട് പറയും. ഞാൻ ചോദിക്കും, എന്താ സഹോദരൻ അങ്ങനെ പറയും, വല്ല കാര്യമുണ്ടോ? വിജയ, വാക്കല്ലേ മാറാൻ പറ്റുള്ളൂ, കയ്യും കാലവും ഒന്നും വെട്ടി മാറ്റാൻ പറ്റൂലല്ലോ. മനുഷ്യരൊക്കെ അങ്ങനെയാ. ഇന്ന് പറയുന്ന, രാവിലെ പറയുന്ന വാക്കല്ല വൈകിട്ട് പറയുന്നത്. പക്ഷെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അത് ഊ എന്നും ഇല്ല ഇല്ല എന്നും തന്നെയാണ്. യേശുവിന്റെ അടുക്കലേക്ക് ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം 16-17 വാക്യങ്ങൾ. മടങ്ങി വന്ന് അവന്റെ കാൽക്കൽ കവിണ്ണു വീണ്. യേശു കർത്താവ് 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. അതിൽ ഒരുവൻ മടങ്ങി വന്ന് യേശുവിന്റെ കാൽക്കൽ വീണു. അപ്പൊ നേരത്തെ നമ്മൾ ചിന്തിച്ചത്, യേശുവിന്റെ അടുക്കൽ കുഷ്ഠരോഗി വന്ന് അത് മുട്ടുമടക്കി കവിണ്ണു വീണു, കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ ശുദ്ധമാക്കാൻ കഴിയും എന്ന് പറഞ്ഞു. ഇവിടെ 10 പേരെ സൗഖ്യമാക്കി, ഒരുവൻ മടങ്ങി വന്ന് യേശുവിന്റെ കാൽക്കൽ വീണു. ബാക്കിയൂടെ വായിക്കാം. അവന് നന്ദി പറഞ്ഞു. അവനോ ശമര്യക്കാരനായിരുന്നു. 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? യേശുവിന്റെ വാക്കുകൾ, 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട്, യേശു കർത്താവ് പറയുകയാ, 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? ഈ അന്യജാതിക്കാരനായ ഒരുവനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മടങ്ങി വന്ന മറ്റാരെയും ഞാൻ കാണുന്നില്ല. യേശു കർത്താവ് ഒരു നന്മ ചെയ്താൽ ജീവിതകാലം മുഴുവനും നന്ദിയുള്ളവരായി നമ്മളായിരിക്കണം. നന്ദിയുള്ളവരായിരുന്നാൽ ആ വന്ന വിടുതൽ നിലനിൽക്കും. ആ കർത്താവിന് നന്ദി പറയും. കർത്താവ് പറയുന്ന ഒരൊറ്റ വാഗ്ദത്വം, അവകാശവാദം ഇതാണ്: എന്റെ മഹത്വം ഞാൻ മറ്റൊരുത്തനും വിട്ടുകൊടുക്കയില്ല, എന്റെ സ്തുതി ഞാൻ വിഗ്രഹങ്ങൾക്ക് കൊടുക്കയില്ല. ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം നാം ദൈവത്തിന് കൊടുത്താൽ, ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് അവസരം കിട്ടുമ്പോഴൊക്കെ ദൈവത്തെ സ്തുതിച്ചാൽ, ഏത് രോഗത്തോടെ നിങ്ങൾ വന്നാലും ദൈവദാസന്മാർ ആരാധനക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ സകലതും മറന്ന് ശക്തമായി നിങ്ങൾക്ക് ആരാധിപ്പാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗബന്ധനം അഴിയും. അപ്പൊ ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയിലാണ് വിടുതൽ നടക്കേണ്ടുന്നത്. ദൈവത്തിന്റെ വചനത്താലും വിടുതൽ നടക്കും. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ വിടുതൽ നടക്കും. നമുക്ക് പലപ്പോഴും ഇത് എന്നോടുള്ള ദൂതല്ല, എന്റെ അടുത്തിരിക്കുന്നവരോടുള്ള ദൈവത്തിന് പറയാനുള്ളതാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നടക്കാത്തത്. കഴിഞ്ഞ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ ദൈവം തന്നൊരു ആലോചനയാ, ഒരു ഭവന പ്രാർത്ഥനയ്ക്ക് ഒന്നാമത്തെ ബുധനാഴ്ച പ്രസംഗിക്കാൻ വേണ്ടി ദൈവം തന്നൊരു ചിന്തയാണ്. അതെ, യവനന്മാർ യേശുവിന്റെ അടുക്കൽ വന്നിട്ട്, അതെ ഫിലിപ്പോസിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ യേശുവിനെ ഒന്ന് വ്യക്തിപരമായി കാണുവാൻ ഒരു താല്പര്യമുണ്ടോ? യേശുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടിയാൽ നമ്മുടെ ആവശ്യങ്ങൾ മറ്റാരോടും പറയേണ്ട, ആ യേശുവിനോട് പറയാം. അപ്പാ പിതാവേ എന്ന് വിളിച്ച് ആ കർത്താവിനോട് നമ്മുടെ ആവശ്യങ്ങളെ പറയുവാൻ തക്കവണ്ണം
ഈ കുഷ്ഠരോഗി യേശുവിന്റെ മുമ്പിൽ വന്ന് മുട്ടുമടക്കിയതുപോലെ നമുക്ക് യേശുവിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ കഴിയണം. ഒരു ദിവസം ആരംഭിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം മുഴുവനും കർത്താവിനെ നടത്തണമേ എന്ന കർത്താവിന്റെ മുട്ടുമേൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങളെ പറയാൻ കഴിയുന്നുവോ? ഒരു പകൽക്കാലം മുഴുവൻ നമ്മെ നടത്തിയതിന് അപകടങ്ങൾ കൂടാതെ ജീവനോടെ നമ്മെ കാത്ത് ഭവനത്തിൽ കൊണ്ടുവന്നതിന് ഒരുമിച്ച് മുട്ടുമടക്കുവാൻ കഴിയുമോ? കുടുംബമായി അപ്പന്റെ സനി മുട്ടുമടക്കാൻ കഴിഞ്ഞാൽ യോശുവ 24:15 യോശുവ പറയുന്നു, ഞാനും എന്റെ കുടുംബവും ദൈവത്തെ തന്നെ സേവിക്കും. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും സേവിക്കാം. ദൈവത്തെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ അമോന്യ ദേവന്മാരെയോ നിങ്ങളുടെ പിതാക്കന്മാര് നദിക്കക്കരെ വെച്ച് സേവിച്ച ദേവന്മാരെ ആരെ വേണമെങ്കിലും സേവിക്കുക. തെരഞ്ഞെടുപ്പാനുള്ള സ്വാതന്ത്ര്യം ദൈവം ആദാമിന്റെ കാലം മുതൽ നൽകിയതാണ്. ആരെ വേണമെങ്കിലും സേവിക്കാം, എങ്ങനെ വേണമെങ്കിലും ആരാധിക്കാം. പക്ഷെ ആരാധനയിൽ കർത്താവിന്റെ പാദപീഠത്തിൽ വീണ് കിടന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിഞ്ഞാൽ, ദൈവത്തെ സ്തുതിക്കുന്നത് നീതിയുള്ളവർക്ക് ഉചിതമാണ്. നമ്മുടെ ആധരങ്ങൾ ഇടവിടാതെ ആ ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിയും ആരാധനയും ഉയരുന്നുവെങ്കിൽ 10 പേർ സൗഖ്യം പ്രാപിച്ചതിൽ ഒരുവൻ മടങ്ങി വന്ന് യേശുവിന്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, കർത്താവേ നിനക്ക് നന്ദി. യേശു ചോദിക്കുന്നു, ഈ പുറജാതിക്കാരനായ ഒരുവനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുന്നവന്. അടുത്ത വാക്യം കൂടെ വായിക്കാം. യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ മറ്റു 9 പേരെ കുറിച്ച് കർത്താവിനൊന്നും പറയാനില്ല. യേശുവിന്റെ സന്നിധിയിൽ മടങ്ങി വന്നവനോട് പറയുന്നു, നിന്റെ വിശ്വാസം, യേശു ക്രിസ്തുവിനാലാണ് നീ സൗഖ്യം പ്രാപിച്ചു എന്ന വിശ്വാസമാണ് നീ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാൻ കാരണം. നമുക്ക് എത്രമാത്രമാണ് ആ വിശ്വാസമുള്ളത്? പണ്ട് വിചാരിക്കുന്നത് ഞാൻ കൊടുത്ത പൈസക്കനുസരിച്ച് കഴിച്ച ഗുളികയിലാണ് എനിക്ക് സൗഖ്യം തന്നത്, അതുകൊണ്ട് അവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയാതിരിക്കുന്നത്. ഞായറാഴ്ച സഭായോഗം പോലും മുടക്കി പല കാര്യങ്ങൾ ചെയ്യാൻ ഓടുന്നത് എന്തുകൊണ്ടാ? ഈ ദൈവത്തിലുള്ള വിശ്വാസമില്ലാഞ്ഞിട്ട. ദൈവസനെ മുട്ടുമടക്കുവാൻ ആര് തയ്യാറാകുന്നു? അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇന്നും ദൈവം ശക്തനാണ്. മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം 22-23 വാക്യങ്ങൾ. അത് അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞു ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. ചന്ദ്രരോഗം പിടിച്ച യൗവനക്കാരന്റെ അപ്പൻ യേശുവിനോട് പറയുന്നു, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ. നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് എന്തില്ല, ഒന്നും നടന്നില്ല. എന്റെ മകൻ തീയിലും വെള്ളത്തിലും വീഴുകയാണ്. അതൊരു പൈശാചിക ശക്തിയാണ്. തീയിലും വെള്ളത്തിലും മനുഷ്യനെ തള്ളിയിടുന്ന ചുഴലി എന്ന രോഗം. ആ പൈശാചിക ശക്തിയെ ശാസിച്ചാലേ ഈ രോഗം സൗഖ്യമാകും. കോവളത്തുനിന്നൊരു സഹോദരൻ വരുമായിരുന്നു, ആശാരിപ്പണി ചെയ്യുന്ന ഒരു സഹോദരൻ. അദ്ദേഹം ഒരിക്കൽ വീടിന്റെ കൂരപ്പണി കൂരയുടെ മുകളിൽ താഴെ വീണു. നേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഫിക്സ് വന്നിട്ടാ വീണത്. ഡോക്ടർമാർ ചോദിച്ചു, ഈ രോഗം ആർക്കെങ്കിലും ഉണ്ടോ? അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും അമ്മയുടെ സഹോദരന്മാർക്കും അപ്പൂപ്പനും ഒക്കെ ഈ രോഗമുണ്ട്. ഡോക്ടർമാരെ എഴുതി കൊടുത്ത് ഗുളിക, ഒരു ഗുളിക കഴിച്ചാൽ 12 മണിക്കൂർ ഉറങ്ങും. 12 മണിക്കൂറാകുമ്പോൾ എഴുന്നേൽക്കണം, അടുത്ത ഭക്ഷണം കഴിക്കണം, അടുത്ത ഗുളിക കഴിക്കണം, പിന്നെ 12 മണിക്കൂർ ഉറങ്ങും. 6 മാസം ഈ ഗുളിക സ്ഥിരമായി കഴിച്ചാലേ ഇതിന്ന് സ്വതന്ത്രമായി തീരാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. 1-2 ദിവസം ആ ഗുളിക കഴിച്ചു. അന്ന് ഇവിടെ കൂട്ടായ്മയ്ക്ക് വരുമായിരുന്നു ആ സഹോദരൻ കുടുംബമായി. ആ ഭവനത്തിൽ ഉപവാസ പ്രാർത്ഥന വെച്ചു. അന്ന്
രാവിലെ അദ്ദേഹം കഴിക്കേണ്ട ഗുളിക കഴിക്കാതെയാണ് ഉപവാസ പ്രാർത്ഥന ഇരുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രി എന്ന് എഴുതി കൊടുത്ത ഗുളിക ആദ്യത്തെ 3 ദിവസം കഴിച്ചതല്ലാതെ ഇതുവരെ കഴിക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അന്ന് ആ ഭവനത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥന ആ സഹോദരനെ ദൈവം വിടുവിച്ചു. ആ സഹോദരൻ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞത്, എനിക്ക് ഈ നവംബർ മാസമാകുമ്പോൾ അലർജിക്ക് ഒരു 3-4 ഗുളിക കഴിച്ചാലും മാറാത്ത തുമ്മലായിരുന്നു. ആ ആരാധനയോടെ ആ സഹോദരി വിടുവിക്കപ്പെട്ടു. അതിന്റെ പിന്നിൽ വ്യാപരിച്ച പൈശാചിക ശക്തിയെ എന്റെ കർത്താവ് ഭവനത്തിൽ നിന്ന് മാറ്റിയപ്പോൾ അവർ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തീരുമാനമെടുത്ത് അന്ന് കേട്ട വചനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായപ്പോൾ അന്ന് കുടുംബം വിടുവിക്കപ്പെട്ടു. പക്ഷെ ഇന്ന് പകൽ നമ്മുടെ കുടുംബങ്ങളിൽ ഏതെങ്കിലും വ്യാധി മാറിപ്പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ 10 കുഷ്ഠരോഗികൾ 9 പേരെ പോലെ നമ്മൾ അന്യപ്പെട്ടു പോയിട്ടാ. യേശു കർത്താവ് മത്തായി 10:42 പറയുന്നു, ഒരുവനെ വിട്ട് പിശാച് ഇറങ്ങിപ്പോയാൽ അവൻ നീരില്ലാത്ത സ്ഥലത്തൂടെ ഊടാടി നടക്കുന്നു. അവൻ ഇറങ്ങിപ്പോയ സ്ഥലം ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ, വചനത്താൽ നിറയപ്പെട്ടില്ലെങ്കിൽ തന്നെക്കാൾ ബലവാന്മാരായ 7 പേരുമായിട്ട് അവൻ മടങ്ങി വരും. അനേക കുടുംബങ്ങളില് പണ്ട് ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് 100 കണക്കിന് പ്രശ്നങ്ങളാണ്. അത് ഉത്തരവാദി കർത്താവല്ല, നമ്മളാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ, ദൈവത്തിന് നന്ദി പറയുവാൻ മനസ്സുണ്ടോ? യേശുവിന്റെ പാദമെടുത്ത് വീഴാൻ മനസ്സുണ്ടോ? കർത്താവിന്റെ സന്നി മുട്ടുമടക്കിയ ദൈവത്തിന് നന്ദി പറയുവാൻ മനസ്സുണ്ടെങ്കിൽ വിടുവിപ്പാൻ ശക്തനായവൻ ഇന്ന് പകൽക്കാലം ഇവിടെ ഉണ്ട്. ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രയോജനം ചിന്തിച്ചാണ് ഇരിക്കുന്നത്? ഇല്ല, ദൈവത്തോട് മത്സരിക്കുന്നവരായി മാറരുത്. ഹൃദയം തുറന്ന് ദൈവത്തിന് നന്ദി പറയുവാൻ, കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്ക് നന്ദിയോടെ സ്തോത്രം പറയുവാൻ എത്ര പേർ തയ്യാറാണ്? നമ്മളൊക്കെ പൊതുദിനത്തിൽ വാഹനം ഓടിക്കുന്നവരാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി പോയി നോക്കണം. ഒരു 2 മണിക്കൂർ നിൽക്കണം. ഏത് പ്രായത്തിലുള്ള ആളുകളെയാണ് കയ്യും കാലും നഷ്ടപ്പെട്ടതും തലപൊട്ടിയതും ആളുകളെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ അനർത്ഥത്തിലും അപകടത്തിൽപ്പെട്ടവരെ അവിടെ കൊണ്ടുവരുന്നത്? നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനത്തിന്റെ ബലം കൊണ്ടല്ല, എന്റെ അപ്പന്റെ കരുതല. അതിന് നന്ദി പറയുവാൻ കുടുംബത്തിനകത്ത് മുട്ടുമടക്കി അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ഒരു പകൽക്കാലം നടത്തിയ ദൈവത്തിന് നന്ദി പറയുവാൻ എത്ര പേർ തയ്യാറാണ്? ഇന്ന് പകൽ 10 പേർ സൗഖ്യം പ്രാപിച്ചതിൽ ഒരുവൻ മാത്രമാണ് ദൈവസന്നിധി നന്ദി പറയാൻ മടങ്ങി വന്നത്. അങ്ങനെ നമ്മളാകരുത്, 9 പേരുടെ കൂട്ടത്തിലാകരുത്. ആ ഒരുവന്റെ കൂട്ടത്തിൽ നമ്മൾ കൂടിയാ സ്വർഗത്തിലെ ദൈവം നമ്മെ വിടുവിപ്പാൻ ശക്തനാണ്. അടുത്ത വാക്യം കൂടെ വായിക്കാം. ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞു. വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് യേശു പറഞ്ഞു. ഈ യേശുവിൽ വിശ്വാസം പൂർണ്ണമായുണ്ടോ? പൂർണ്ണമായി യേശുവിൽ വിശ്വസിക്കുന്നുവോ? അതോ നമ്മുടെ വിശ്വാസം പലയിടത്തും ചിതറിപ്പോകുന്നുവോ? നമ്മുടെ മലപ്പുറത്ത് റോയ് പാസ്റ്റർ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ദശാംശം എന്ന് പറയുന്നത് ഒരു വിത്താണ്. അതിനെ പലതായി മുറിച്ച്, ഒരു വിത്തിനെ 4-5 മുറിച്ച് നട്ടാൽ അത് പൊടിക്കാത്തതുപോലെ ദശാംശം ഭിന്നിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ഓഹരി മാറിക്കഴിഞ്ഞാൽ അത് പ്രയോജനമില്ല എന്ന് പഠിപ്പിച്ചു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവെ പഠിപ്പിക്കുന്ന വേറൊരു വിഷയമാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പൂർണ്ണത. നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കണം. ഞാൻ മരിച്ചാലും ജീവിച്ചാലും എന്റെ കർത്താവിനാണെന്ന് പറയുക. ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മെ വിടുവിപ്പാൻ ദൈവം ശക്തനാണ്. ഇവിടെ കർത്താവ് പഠിപ്പിക്കുക, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. യേശുവിന്റെ അടുക്കൽ
ഈ ചന്ദ്രരോഗിയായ മകനെ കൊണ്ടുവന്ന അപ്പൻ യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കലാണ് ആദ്യം കൊണ്ടുചെന്നത്. അവർ പലതും നോക്കിയിട്ടും ഒന്നും നടന്നില്ല. അപ്പൊ യേശു കർത്താവ് ആ മനുഷ്യന്റെ അവിശ്വാസത്തെ നോക്കി. ഇവരിൽ ചിലപ്പോ യേശുവിന്റെ ശിഷ്യന്മാര് പ്രാർത്ഥിച്ച ചിലപ്പോ സൗഖ്യം കിട്ടുമെന്നായിരിക്കും ആ മനുഷ്യൻ വിശ്വസിച്ചത്. അപ്പൊ യേശുവിന്റെ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം കിട്ടാത്തത് കൊണ്ട് യേശുവിനും വലിയ പ്രതീക്ഷ മനുഷ്യനില്ല. യേശു കർത്താവിനോട് പറയുന്നു, വിശ്വസിക്കുന്നവന് സകലതും സാധ്യമായി തീരും. നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കണം. വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് നടക്കണം. എബ്രായലേഖൻ പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനെ യേശുവിനെ നോക്കണം. ആ വിശ്വാസത്തിന്റെ നായകനായ, വിശ്വാസത്തിൽ പൂർത്തി വരുത്തുന്നവനായ ഈ യേശുവിനെ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. വിശ്വാസികളുടെ പിതാവെന്ന് കർത്താവ് തന്നെ നാമകരണം ചെയ്ത അതെ അബ്രഹാമിന്റെ ജീവിതത്തിൽ കുറവില്ലായിരുന്നു. ഒരുപാട് കുറവുകൾ വന്നു. മനുഷ്യ ജീവിതത്തിൽ കുറവുകൾ വരാം. അതുകൊണ്ട് അബ്രഹാമിന്റെ ജീവിതത്തിൽ വിശ്വാസത്തിൽ എവിടെ കുറവ് വന്നു അവിടേക്ക് അബ്രഹാമിന്റെ ജീവിതത്തിൽ പരീക്ഷകൾ വന്നു. അബ്രഹാമിന് വന്ന പരീക്ഷ നമുക്ക് വന്ന് നമ്മൾ നിൽക്കുമോ? ആത്മീയ ഗുണത്തിൽ കാണുമോ? 100-ാമത്തെ വയസ്സിൽ കാത്തിരുന്ന് കിട്ടിയ മകനെ യാഗം കഴിക്കാൻ ആവശ്യപ്പെട്ടിട്ടാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ 1-ാം വാക്യം നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വായിച്ചാൽ അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചത് എങ്ങനെ എന്തെന്നാലെന്നാണ് തുടങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും ശോധനകളും പരിശോധനകളും കടന്നു വരുമ്പോൾ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്ന പരീക്ഷകളാണെന്ന് ചിന്തിച്ച ആ കർത്താവിനെ മുറുകെ പിടിക്കുവാൻ തയ്യാറായാൽ അവിടെയാണ് നമുക്ക് വിടുതൽ അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. യേശുവിന്റെ കാൽക്കൽ വീണാൽ വിടുതൽ നിശ്ചയം. ഇന്ന് പകൽ യേശുവിന്റെ കാൽക്കൽ വീഴാൻ എത്ര പേർ തയ്യാറാണ്? അനേക വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ കർത്താവിന്റെ കാൽക്കൽ വീഴാൻ നമുക്ക് മനസ്സുണ്ടോ? നമ്മൾ പല വഴികൾ അന്വേഷിക്കും. അവിടെ കൂടെ പോയാൽ, ഈ ആളിനെ കണ്ടാൽ, അതൊക്കെ ആവശ്യം തന്നെ മാനുഷികമായി. പക്ഷേ ദൈവസന്നിധി വീണ് കിടന്ന് കരഞ്ഞാൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ആളുകളെ അതാത് സമയത്ത് ദൈവം ഒരുക്കുമെന്ന്. എന്തൊക്കെ ആവശ്യമുണ്ടോ തക്ക സമയത്ത് ദൈവം ഒരുക്കും. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ മോശ നടത്തുന്ന സമയത്ത് വെള്ളം കിട്ടാതെ ഭാരപ്പെട്ടു. വായിക്കാം 6-ാം വാക്യം. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യം. മോശയും അഹരോനും സഭയുടെ മുമ്പിൽ നിന്നു സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ ചെന്ന് കവിണ്ണു വീണു. മോശയും അഹരോനും സഭയുടെ മുമ്പിൽ നിന്ന് സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ ചെന്ന് കവിണ്ണ് വീണു. അപ്പൊ മോശയോട് ദൈവം പറഞ്ഞതാണ്, ഞാൻ നിന്റെ കൂടെ പോരാം. മോശ പറഞ്ഞു, കർത്താവ് നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ എന്നെ അയക്കരുത്. അങ്ങനെ ഒരു ഐക്യ തീരുമാനത്തോടെ ആ മോശ ജനവുമായി ഇറങ്ങി തിരിച്ചത്. ഇവിടെ ജനത്തിന് വെള്ളം കിട്ടാതെ വന്നപ്പോൾ ജനം ഇസ്രായേൽ ജനം മോശയ്ക്കെതിരെ പെറുപെറുക്കുവാനും മോശയെ കല്ലെറിയുവാനും തുടങ്ങി. മോശയ്ക്ക് എന്താ ചെയ്യാനുള്ളത്? മരുഭൂമിയിൽ വെള്ളം കിട്ടാത്ത സ്ഥലമാണെന്ന് എല്ലാവർക്കും അറിയാം. മോശ എന്താ ചെയ്തത്? മോശയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് ദൈവസന്നിധി വീണ് കിടക്കുക. മോശയും അഹരോനും കൂടെ ദൈവസന്നിധിയിൽ കവിണ്ണു വീണ് കിടന്നു. അടുത്ത ഭാഗം. കവിണ്ണു വീണു. യഹോവയുടെ തേജസ് അവർക്ക് പ്രത്യക്ഷമായി. യഹോവയുടെ തേജസ് അവർക്ക്. നമ്മൾ ദൈവസന്നിധി കവിണ്ണു വീഴുമ്പോൾ ആ ദൈവ മഹത്വം നമ്മുടെ മേൽ പ്രത്യക്ഷമാകണം. വെറുതെ കവിണ്ണു കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? ആ ദൈവ മഹത്വം വെളിപ്പെടുന്നുണ്ടോ?
ദൈവസഭ മുട്ടുമുടക്കുമ്പോൾ ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ ദൈവസഭ മുട്ടുമടക്കിയാൽ മോശയും അഹരോനും ദൈവസന്നിധിയിൽ സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കിയപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. അടുത്ത ഭാഗം. യഹോവ മോശയോട്, നിന്റെ വടിയെടുത്ത് നീയും സഹോദരനായ അഹരോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാൺകെ പാറയോട് കൽപ്പിക്കുക, എന്നാൽ അത് വെള്ളം തരും. ദൈവം പറയുന്നു, നീ ജനത്തെ എല്ലാം ഒരുമിച്ച് കൂട്ടി ജനം കാണുകെ നിന്റെ കയ്യിലുള്ള വടിയെടുത്ത് നീട്ടി പാറയോട് കൽപ്പിക്ക, ഈ 40 ലക്ഷം ജനത്തിന് ആവശ്യമുള്ള വെള്ളം മരുഭൂമിയിൽ തരാൻ ഞാൻ ശക്തനാണ്. ദൈവസന്നിധി കവിണ്ണു വീണ മോശയുടെയും അഹരോന്റെയും തല കുനിയിക്കാൻ ദൈവം അനുവദിച്ചില്ലെങ്കിൽ ഇന്ന് പകൽ വിശ്വാസത്തോടെ ഞാൻ ദൈവസഭയോട് പറയട്ടെ, യഥാർത്ഥമായി ദൈവത്തിന്റെ സന്നിധിയിൽ വീട് കിടന്ന് കരയുവാൻ ആര് തയ്യാറാകുന്നു? നിന്റെ മുഖം പാടുവാൻ, നിന്റെ തല കുനിയിക്കുവാൻ എന്റെ അപ്പൻ അനുവദിക്കയില്ല. മോശയും അഹരോനും ദൈവ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വീണ് കിടന്നപ്പോൾ അവിടെ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം ദൈവം അവനോട് സംസാരിച്ചു. അടുത്ത വാക്യം കൂടെ. പാറയിൽ നിന്ന് അവർക്ക് വെള്ളം പുറപ്പെടുവിച്ചു, ജനത്തിനും അവരുടെ കന്നുകാലികൾക്കും കുടിക്കുവാൻ കൊടുക്കണം എന്ന് അരുളി ചെയ്തു. തന്നോട് കൽപ്പിച്ചതുപോലെ മോശ യഹോവയുടെ സന്നിധിയിൽ നിന്ന് വടിയെടുത്തു. മോശയും അഹരോനും പാറയുടെ അടുക്കൽ സഭയെ വിളിച്ചു കൂട്ടി അവരോട്, മത്സരികളെ കേൾപ്പിൻ, ഈ പാറയിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞു. മോശ കൈ ഉയർത്തി വടി പാറയെ 2 പ്രാവശ്യം അടിച്ചു. ദൈവം പറഞ്ഞത് പാറയോട് കൽപ്പിക്കാൻ, ജനത്തിന് ആവശ്യമുള്ള വെള്ളം. പക്ഷെ മോശയുടെ ഹൃദയം കഠിനപ്പെട്ടിട്ട് കൽപ്പിക്കാൻ പറഞ്ഞത് മുമ്പിൽ പാറയെ 2 പ്രാവശ്യം വിശ്വസിക്കാതെ കൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തിൽ അരുളി ചെയ്തു. ദൈവം പറയുക, വെള്ളം കൊടുത്തു ദൈവം, പക്ഷേ അതോടൊപ്പം എന്തും കൂടെ കിട്ടി. മരുഭൂമിയിൽ പോകാനല്ല, പാലും തേനോടും കനാൻ ദേശത്തെ അവകാശമാക്കുവാനാണ്. ദൈവജനം ദൈവത്തോട് മത്സരിച്ചപ്പോൾ, മോശക്കെതിരെ പുറമെടുത്തപ്പോൾ, മോശ അറിയാൻ കല്ലെടുത്തപ്പോൾ കിട്ടിയത് അനുഗ്രഹമല്ല, കുടിക്കാൻ വെള്ളം കൂടി കിട്ടി. ഭക്ഷിപ്പാൻ ഇറച്ചിയും മന്നയും ദൈവം കൊടുത്തു. അത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ദൈവം പറഞ്ഞു, ഈ ജനത്തെ ഞാൻ വാഗ്ദത്തം ചെയ്ത ദേശത്ത് കൊണ്ടുപോകയില്ല. ആ 6 ലക്ഷം വരുന്ന യോദ്ധാക്കൾ അടങ്ങുന്ന ആ കൂട്ടം മരുഭൂമിയിൽ ചത്തൊടുങ്ങുന്നത് വരെ ദൈവം കനാൻ ദേശത്ത് എത്തിച്ചില്ല. ആ ജനം മാത്രമല്ല, ദൈവത്തോട് മറുതലിച്ച മോശയും അഹരോനും എല്ലാം ഈ മരുഭൂമിയിൽ പട്ടുപോയി. ഈ മരുഭൂമി യാത്രയിൽ പട്ടുപോകേണ്ടുന്നവരല്ല നമ്മൾ. വാഗ്ദത്ത കനാൻ അവകാശമാക്കേണ്ടതാണ്. ദൈവത്തിന് വീട് കിടന്ന് കരയുന്ന ഒരു ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ
ഇന്നും ദൈവം ശക്തനാണ്. ദൈവം പറയുന്നതിന് അപ്പുറത്ത് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. ദൈവവചനപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ ദൈവം തരുന്ന വിടുതൽ നിലനിൽക്കുന്നതാണ്. അതിനെ ആർക്കും എടുത്തു കളയാൻ കഴിയുകയില്ല. ദൈവം വിടുവിച്ചാൽ അത് പൂർണ്ണ വിടുതലാണ്. പക്ഷെ ദൈവവചനം അനുസരിക്കുവാൻ നാം തയ്യാറാണോ? നമ്മൾ ദൈവത്തോട് പലപ്പോഴും മറുതലിക്കുന്നവരല്ലേ? ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സന്നി മുട്ടുമടക്കുക. കർത്താവിന്റെ സന്നി മുട്ടുമടക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യമാണോ ഇറങ്ങി വരുന്നത്? അബ്രഹാം ഉൽപ്പത്തി ദിവസം 15-ാം അധ്യായം പഠിക്കുമ്പോൾ അബ്രഹാം കഴിക്കുന്ന എല്ലാ യാഗത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. ദൈവം അവനോട് സംസാരിക്കും. പക്ഷേ ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ അല്പം തെറ്റിച്ച് യാഗം കഴിച്ചപ്പോൾ അവിടെ ദൈവ സാന്നിധ്യമല്ല ഇറങ്ങിയത്. ദൈവ തേജസ്സിന് പകരം കൂരിരുട്ട് വന്നു, അന്ധകാരം വന്നു, ഭീതി വന്നു. ഇന്ന് പകൽ എന്നെ ദൈവ പൈതല്, നിന്റെ അകത്ത് പ്രാപിച്ച അഭിഷേകത്തിന്റെ ജ്വലനത്തോടെ ദൈവശ്രീ മുട്ടുമടക്കുമ്പോൾ നിന്റെ മേൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമാണോ അന്ധകാര ശക്തികളാണോ? ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ ഇറങ്ങി വന്നാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി എഴുന്നേൽപ്പാൻ കഴിയും. ദൈവസന്നിധിയിൽ അത് മോശയും അഹരോനും മുട്ടുമടക്കി. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? പാറയുന്ന ജലം ദൈവം ജലം കൊടുത്തു. പക്ഷേ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കാത്തത് കൊണ്ട്, ജലത്തിന്റെ മുമ്പിൽ കർത്താവിന്റെ വാക്കുമാനിക്കാത്തത് കൊണ്ട് പറഞ്ഞു, ഈ ജനത്തെ ഞാൻ കനാൻ ദേശത്ത് കടക്കയില്ല. മോശ ഉൾപ്പെടെ അഹരോൻ ഉൾപ്പെടെ ആ മരുഭൂമിയിൽ പട്ടുപോയി. ദൈവം മോശയെ വിളിച്ചെന്തിനാ? കനാൻ ദേശം തന്റെ മക്കൾക്ക് വേണ്ടി വേർതിരിച്ചു കൊടുക്കുവാൻ. നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം പകുതി വഴിയിൽ വെച്ച് നിന്നു പോകുന്നുവെങ്കിൽ ഇന്ന് ഈ കേട്ട ദൂതന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവ് എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണ്? ആ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് മടങ്ങി വരുക, ദൈവഹിതത്തിലേക്ക് മടങ്ങി വരുക, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ള തരുവാൻ ദൈവം വിശ്വസ്തനാണ്. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 14-ാം വാക്യം. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 14-ാം വാക്യം. അതിന് അവൻ, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവനോട്, കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്ത് എന്ന് ചോദിച്ചു. യോശുവ കർത്താവിന്റെ ദൂതന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു. യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഒരു വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നിൽക്കുന്നത് കണ്ടിട്ട് യോശുവ അടുത്ത് ചോദിക്കുക, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ? 13-ാം വാക്യത്തിൽ അതുണ്ട്. പക്ഷേ ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ് ദൈവത്തെ ആ കർത്താവിന്റെ ദൂതൻ നമസ്കരിച്ചിട്ട് പറഞ്ഞു, ദൈവത്തിന് എന്നോടുള്ള അരുളപ്പാട് എന്താണ്? ഇന്ന് പകൽ കർത്താവിന്റെ സന്നിധി സാഷ്ടാംഗം വീണാൽ ദൈവത്തിന്റെ അരുളപ്പാട് നമ്മോട് അറിയിക്കാനുണ്ട്. വായിക്കേണ്ട 1 ശമൂവേൽ പുസ്തകം 10-ാം അധ്യായം 9-ാം അധ്യായം അവസാന വാക്യം വായിക്കുമ്പോൾ ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് പറയുന്നു, നിന്നെ എന്റെ അടുക്കലെ കൊണ്ടുവന്ന ഭൃത്യനുണ്ടല്ലോ, അവൻ മുമ്പേ പോകട്ടെ, നീ ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കാൻ അല്പം നിൽക്കാം. ഈ ശൗലിനെ പ്രവാചകന്റെ അടുക്കൽ എത്തിച്ചത് തന്റെ ബാല്യക്കാരനാണ്. പക്ഷെ അവനോടല്ല, ദൂത് ശൗലിനോടാണ്. ഇന്ന് പകൽ ദൈവമക്കളെ, ആരെ കുറിച്ചാണ് ദൈവത്തിന് പദ്ധതിയുണ്ടോ അവരോടാണ് ദൈവം സംസാരിക്കുന്നത്. ദൈവ ശബ്ദം തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ സന്നി മുട്ടുമടക്കിയ യോശുവ സാഷ്ടാംഗം വീണ് ദൈവത്തെ നമസ്കരിച്ചു. ദൈവത്തിന്റെ അരുളപ്പാടെന്നത് ചോദിക്കുവാൻ അവൻ തയ്യാറായി. എന്താ കാര്യം? യോശുവ 1:5 ദൈവം അവനോട് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്.
നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോട് കൂടി ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും. നീ ചെല്ലുന്നിടത്തൊക്കെ ശുഭമായിരിക്കേണ്ടതിന് ദൈവത്തിന്റെ കൽപ്പന വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും മാറരുത്. അപ്പൊ നീ പോകുന്നിടത്തൊക്കെ ശുഭത ഉണ്ടാകും. ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് ഇതാ വാഗ്ദത്തം ചെയ്ത യോശുവക്കെതിരെ യെരിഹോ നിവാസികൾ എതിരായി തീർന്നു. തന്റെ ജനത്തെ കടത്തിവിടാൻ കഴിയാതെ വണ്ണം യെരിഹോ കോട്ട അടച്ചവർ ഉറപ്പാക്കി. പക്ഷേ യോശുവ ദൈവസന്നിധി വീണ് കിടന്ന് കരഞ്ഞപ്പോ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് അടുത്ത വാക്യങ്ങളിൽ അതെ ദൈവത്തിന്റെ ദൂതൻ പറയുന്ന ചില ആലോചനകളുണ്ട്. അതെല്ലാം യോശുവ ഏറ്റെടുക്കാൻ തയ്യാറായി. ഇന്നലകളിൽ നിങ്ങളുടെ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ദൈവവചനം പ്രസംഗിച്ചപ്പോൾ ദൈവം നിങ്ങളോട് ഇടപെട്ട ദൂതുകൾ എത്ര പേർക്കാ ഓർക്കാൻ കഴിയുന്നത്? എത്ര പേർക്കാണ് അനുസരിപ്പാൻ കഴിയുന്നത്? നമ്മോട് ദൈവം പറയുന്ന വചനങ്ങൾ നമുക്ക് എത്ര പേർക്കാണ് അനുസരിപ്പാൻ കഴിയുന്നത്? ഈ കഴിഞ്ഞ ഒരാഴ്ച വട്ടം ദൈവവചനം വായിച്ചപ്പോൾ ദൈവം നിങ്ങളുടെ ഏതെങ്കിലും വചനത്തെ ഇടപെട്ടിട്ടുണ്ടോ? അങ്ങനെ വചനം വായിക്കാനും ധ്യാനിക്കുവാനും ആ ആലോചന ഏറ്റെടുക്കാൻ എത്ര പേർ തയ്യാറാണ്? മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേദപുസ്തകം വായിക്കുന്നവരായിട്ടല്ല. വേദപുസ്തകം വായിക്കുന്നത് നിർബന്ധമാണ്. പക്ഷേ വായിക്കുന്നത് ഗ്രഹിച്ച് ആ ദൈവത്തിന്റെ ആലോചന ഏറ്റെടുത്ത ഓരോ ദിവസവും വഴി നടക്കുവാൻ നമുക്ക് കഴിയണം. യോശുവ ദൈവസ്ഥിതി വീണ് കിടന്ന് കരഞ്ഞു. അതിന്റെ 6-20 വാക്യം. യോശുവയുടെ പുസ്തകം 6-20 വാക്യം. അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളമോതുകയും ചെയ്തു. ജനം കാഹളനാദം കേട്ട് അത്യുച്ചത്തിൽ ആർത്തിട്ടപ്പോൾ മതിൽ വീണു. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. കാഹളനാദം ഊതും മുമ്പേ അഭിഷക്തനായ യോശുവ കർത്താവിന്റെ സന്നിധി വീണ് കിടന്നു കരഞ്ഞു. ഒരുപക്ഷെ കൂടെ നിൽക്കുന്ന ജനം നോക്കി നിന്ന് കേൾക്കുന്നവർ കരുതി കാണും, എന്തിനായി ഈ മനുഷ്യൻ ഇങ്ങനെ കവിണ്ണുകിട കിടക്കുന്നത്? ലോകം പലതും പറഞ്ഞേക്കാം. പക്ഷേ ഇതാ നിനക്ക് മുന്നോട്ട് പോകാൻ തടസ്സമായിരിക്കുന്ന യെരിഹോ കോട്ടയെ തകർക്കുവാൻ എന്റെ ദൈവം സർവശക്തനാണ്. ദൂതൻ പറഞ്ഞ വാക്കുകളെ യോശുവ അനുസരിച്ച് കാഹളം ഒരുമിച്ച് ഊതുമ്പോൾ, ജനം ഒരുമിച്ച് ആർപ്പിടുമ്പോൾ ദൈവജനത്തിന് മുന്നേറുവാൻ തടസ്സമായി നിന്ന യെരിഹോ മതിലിനെ ദൈവം തകർത്തെങ്കിൽ നിന്റെ ആത്മീയ ജീവിതത്തിലോ നിന്നെ മുന്നോട്ട് വിടാതെ നിന്നെ പുറകിലേക്ക് വിളിക്കുന്ന നിന്റെ സാമ്പത്തിക മേഖലയിലോ നിന്നെ തകർക്കുവാൻ വെല്ലുവിളിക്കുന്ന അന്ധകാര ശക്തിയെ തകർക്കുവാൻ ഇന്ന് പകൽ ദൈവസന്നിധി വീണ് കിടന്ന് കരയുവാൻ എത്ര പേർ തയ്യാറാകുന്നു? നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇന്നും ദൈവം ശക്തനത്രേ. ഹല്ലേലൂയ. ദൈവസന്നിധി വീണ് കിടന്ന് കരയുവാൻ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-42 വാക്യം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-42 വാക്യം. ആഹാബ് ഭക്ഷിച്ചു പാനം ചെയ്യവേ ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു തന്റെ ബാല്യക്കാരനോട്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. ഏലിയാവ് ആഹാബിനോട് പറഞ്ഞു, മഴ നിന്നെ തടുക്കാതിരിക്കാൻ രഥം കൂട്ടിപ്പൊയ്ക്കൊള്ളുക. 3.5 വർഷക്കാലം ഞാൻ കെരീത്ത് തോട്ടിലും ആ വിധവയുടെ വീട്ടിലൊക്കെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് മതി കർത്താവേ എന്ന് ഏലിയാവ് പറഞ്ഞോ? നമ്മുടെ ചിന്ത അതാ. പരീക്ഷ പറഞ്ഞു, ആഴ്ച 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നവർക്ക് പതാരം കൊടുക്കുന്നു, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പറഞ്ഞാൽ എല്ലാ ഞാൻ അതിനെ വാഴ്ത്തുന്നു. ആ മനോഭാവം വിടണം. ദൈവത്തിനെ മുട്ടുമടക്കാൻ തയ്യാറാണ്. എലിയാവ് കർമ്മേലിന്റെ മുകളിൽ കാലുകളുടെ ഇടയിൽ തലതിരികി പ്രാർത്ഥിച്ചു. എന്താ? ഞാൻ 3.5 വർഷത്തിന് മുമ്പ് പറഞ്ഞൊരു ദൂതുണ്ട്. ആ ദൂത് ദൈവം അംഗീകരിച്ച് ആകാശം അടച്ചു.
ദൈവം അടച്ച ആകാശം ദൈവം തുറക്കണം. അതിന് വില കൊടുക്കുവാൻ അഭിഷക്തൻ തയ്യാറായി. കർമ്മേലിൽ തീയിറക്കാൻ ഏലിയാവിനൊരു പാടുമില്ല. കർത്താവേ, നിന്റെ ഹിതപ്രകാരം ഞാനിത് ചെയ്തു എന്ന് ഈ ജനം വിശ്വസിക്കേണ്ടതിന് സ്വർഗത്തിലെ തീയിറക്കണമേ എന്ന് പറഞ്ഞു. സെക്കൻഡുകൾക്കുള്ളിൽ, 1 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയിൽ സ്വർഗത്തിൽ ദൈവം തീയിറക്കി. ആ ലാഘവത്തോടെ അല്ല ഏലിയാവ് കർമ്മേലിന്റെ മുകളിൽ പ്രാർത്ഥിക്കുന്നു. അത്ര അഭിഷക്തൻ എന്ന് പറഞ്ഞാലും കർത്താവിന്റെ സന്നിധി മുട്ടുമടക്കുവാൻ സമയം കണ്ടെത്തണം. ദൈവത്തിന്റെ സന്നിധി വീട് കിടന്ന് കരയുവാൻ മനസ്സുണ്ടോ? ദൈവം വിടുവിപ്പാൻ ശക്തനാണ്. കർത്താവ് പറയുന്നത്, രക്ഷിപ്പാൻ കഴിയാതെ എന്റെ കൈ കുറുകി പോയിട്ടില്ല, കേൾക്കാൻ കഴിയാതെ എന്റെ ചെവി മന്ദമായി പോയിട്ടുമില്ല. നിന്റെ അകൃത്യമത്രേ എന്നെയും നിന്നെയും തമ്മിൽ അകറ്റി വച്ചിരിക്കുന്നത്. നിന്റെ പാപമാണ് എന്റെ മുഖം കാണാതെ വണ്ണം മറച്ചിരിക്കുന്നത്. എന്താണ് പാപം? നമ്മളൊക്കെ വിചാരിക്കുന്നത്, ഞാൻ ആരെയും പറ്റിക്കുന്നില്ല, ഞാൻ ആരെയും കൊല്ലുന്നില്ല, ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല. ഇല്ല, അതല്ല, അത് മാത്രമല്ല പാപം. കർത്താവ് പറയുന്നത് അനുസരിക്കാത്തത് പാപമാണ്. മോശയോട് പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞിട്ട് അതനുസരിക്കാതെ 2 വട്ടം പാറയെ അടിച്ചത് ദൈവസന്നിധി പാപമായി. ദൈവം മോശയെ മാത്രമല്ല ആ ജനത്തെ മുഴുവനും പറഞ്ഞു, ഈ ജനത്തെ ഞാൻ അക്കരെ എത്തിക്കയില്ലെന്ന്. അത് മോശ ചെയ്ത പാപമാണ്. മോശയെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചത് ആരാ? ആ ജനം. ഇന്ന് പകൽ മോശയുടെ കരം ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. മോശയുടെ കരം താണിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. ഇന്ന് അമാലേക്കാണ് കുടുംബങ്ങൾ ജയിച്ചിരിക്കുന്നത്. മോശയുടെ കരത്തെ എവിടെയോ ഭാരം കയറി. മോശയുടെ കരം ഉയർത്തുവാൻ ഒരു അഹരോനും ഹൂരും തയ്യാറായപ്പോൾ ഇസ്രായേൽ അമാലേക്കിനെ മുഴുവൻ നശിപ്പിച്ച ജയം കൊള്ളുവാനിടയായി. മോശയുടെ കരത്തിന് ഭാരമുള്ള ഒന്നും നിങ്ങളുടെ ഭാഗത്തുണ്ടാകരുത്. ദൈവത്തിന്റെ സന്നിധിയിൽ വീണ് കിടന്ന് കരയുവാൻ തയ്യാറാണ്. ദൈവം വിടുവിപ്പാൻ ശക്തനാണ്. ഏലിയാവ് അങ്ങനെ കഠിനമായി പ്രാർത്ഥിച്ചപ്പോൾ അതിന്റെ റിസൾട്ട് എന്താ? 45-ാം വാക്യം. ക്ഷണത്തിൽ മേഘവും കാറ്റും കൊണ്ട് കറുത്തു. 3.5 വർഷക്കാലത്തിന് ശേഷം ആകാശം മേഘം കൊണ്ട് കറുത്തു. വൻമഴ പെയ്തു. സാധാരണ മഴയല്ല, 3.5 വർഷക്കാലത്തെ വരൾച്ച മാറ്റുവാൻ ദൈവം വൻമഴയെ പെയ്യിക്കുവാൻ അഭിഷക്തൻ മുഴങ്കാലിന്റെ ഇടയിൽ തലതിരികി പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ദൈവ പ്രവർത്തിക്ക് ഒട്ടും കുറവൊന്നും പോയിട്ടില്ല. ദൈവസന്നിധി വീട് കിടന്ന് കരയുവാൻ എത്ര പേർ മനസ്സുണ്ട്, എത്ര പേർ തയ്യാറാണ് അതിനുവേണ്ടി നമ്മൾ വില കൊടുക്കുവാൻ തയ്യാറായാൽ. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 18-ാമത് വചനം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം 18-ാമത് വചനം. അപ്പോൾ യഹോശാഫാത്ത് സാഷ്ടാംഗം വണങ്ങി. യഹൂദരൊക്കെയും യെരൂശലേം നിവാസികളും യഹോവയുടെ മുൻപാകെ വീണ് നമസ്കരിച്ചു. യഹോശാഫാത്ത് രാജാവും ജനമൊക്കെയും ദൈവസന്നിധി വീണ് നമസ്കരിച്ചു. വിവരിപ്പാൻ സമയം പോരാ. 22-ാം വാക്യം. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമോന്യരുടെയും മോവാബ്യരുടെയും സേയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. കരങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയാം. രാജാവും ജനവും ദൈവസന്നിധി മുട്ടുമടക്കിയപ്പോ, അവർ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറായപ്പോ ദൈവം പതിയിരിപ്പുകാരെ വരുത്തി അമോന്യരെയും മോവാബ്യരെയും മെയൂന്യരെയും നശിപ്പിച്ചു. ഒരു വലിയ വിജയം നൽകി. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് പറയുന്ന ദൂതുണ്ട്. നിന്റെ നന്മയെ തടുക്കുന്ന, നിന്റെ കുടുംബത്തിന്റെ തകർച്ച കാണാൻ, നിന്റെ തലമുറയുടെ നഷ്ടം കാണുവാൻ കാത്തുവരുന്ന ഏത് അന്ധകാര ശക്തിയെയും തകർക്കാൻ
തീർക്കുവാൻ സർവശക്തനായ ഒരു കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവിന്റെ സന്നിധിയിൽ നിനക്കൊന്ന് വീട് കിടന്ന് കരയാൻ തയ്യാറായ, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എന്റെ ദൈവം സർവശക്തനാണ്. ദൈവസ്ഥിതി വീട് കിടന്ന് കരയുവാൻ എത്ര പേരാണ് തയ്യാറുള്ളത്? മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ. ഈ പള്ളിപ്രമാണികളിൽ യായിറോസ് എന്ന പേരുള്ള ഒരുത്തൻ വന്നു, അവനെ കണ്ട് കാൽക്കൽ വീണു, എന്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവെക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. ഇവിടെ യേശു കർത്താവിനെ എങ്ങനെയെങ്കിലും സൂത്രത്തിൽ പിടിച്ച് കൊല്ലാൻ കാത്തു നിൽക്കുന്നവരാണ് പള്ളിപ്രമാണികൾ. ദൈവമക്കൾ ഓർക്കണം, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവമക്കളുടെ തകർച്ച കാണാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടരെല്ലാം ഉണ്ട്. കുടുംബത്തിനെതിരെ ആഭിചാരം ചെയ്യുന്നവർ, തലമുറയുടെ നന്മയ്ക്കെതിരായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ, നമ്മുടെ കുടുംബത്തിനകത്ത് അനർത്ഥം കാണാൻ കാത്തിരിക്കുന്നവർ, സാമ്പത്തിക നഷ്ടം വരുത്താൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടം എല്ലാവരും ഉണ്ട്. പക്ഷെ അതിന്റെ നടുവിൽ നിന്ന് വ്യക്തിപരമായി ഒരു മനുഷ്യൻ പള്ളിപ്രമാണികളുടെ സകല ചിന്താഗതികളെയും വിട്ട് യേശുവിന്റെ കാൽക്കൽ വീഴുവാൻ തയ്യാറാണ്. എന്താ കാര്യം? അവന്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലായിരിക്കുന്നു. യേശുവിനെ കുറ്റം പറഞ്ഞോട് നടന്നാൽ എന്റെ മകൾ മരിച്ചു പോകുമെന്ന് അവന് തോന്നി. നമ്മൾ പലപ്പോഴും യേശുവിനെ കുറ്റം പറയുന്നവരല്ലേ? യേശുവിന്റെ പാദപീഠത്തിൽ വീഴാൻ നമുക്ക് മനസ്സുണ്ടോ? നീ യേശുവിന്റെ പാദപീഠത്തിൽ വീഴുമ്പോൾ ആ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നുവെങ്കിൽ ദൈവം നിന്നോട് സംസാരിക്കും. ആ മനുഷ്യൻ യേശുവിന്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, കർത്താവേ, എന്റെ കൂടെ ഉള്ളവരെക്കാൾ നിന്നെ കൊല്ലം നടക്കുന്നവരാ, എനിക്കറിയാം. അതൊന്നും ആ മനുഷ്യൻ പറഞ്ഞില്ല. എന്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലായിരിക്കുന്നു, നീ വന്നതോടെ സൗഖ്യമാണ്. നമ്മൾ ആദ്യം വായിച്ചത്, നിനക്ക് സൗഖ്യമാക്കാൻ മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. യേശുവിന് മനസ്സുണ്ട്. യേശുവിന്റെ കാൽക്കൽ വീഴാൻ മനസ്സുണ്ടോ? നമുക്ക് ലോകത്തിന് മുമ്പ് വീഴാൻ അനേകരുണ്ട്. ദൂരാസഭൂമിയിൽ 6 മുഴ ഉയരമുള്ള ഒരു ബിംബത്തെ ഉണ്ടാക്കി നിർത്തിയിട്ട് കുഴലും തമ്പുരുവും വീണയും വിട്ടിട്ട് രാജാവിന്റെ ആൾക്കാർ വിളംബരം ചെയ്തു, സകല മനുഷ്യരും ഈ ബിംബത്തെ നമസ്കരിക്കണം. സകല ആളുകളും കവിണ്ട് വീണുമ്പോൾ 3 തലകൾ ഉയർന്നു നിന്നു. നീ ലോകത്തിനു മുമ്പിൽ വീഴേണ്ടുന്നവനല്ല. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു പദമുണ്ട്, രാജാവേ, ഈ കാര്യത്തിൽ വേറൊരു അഡ്ജസ്റ്റ്മെന്റുമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ രാജാവിന്റെ കയ്യിൽ നിന്നും തീച്ചൂളയിൽ നിന്നും വിടുവിക്കും. ഇല്ല എങ്കിലും ഞങ്ങൾ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കാനില്ല. ഞങ്ങൾ നമസ്കരിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന് ബോധ്യമുണ്ട്. ഈ ബോധ്യമുണ്ടോ? അവനെന്നും ജീവിക്കുന്ന ദൈവമാണ്. ഈ ലോകത്തിലെ ദൈവങ്ങൾ എന്ന് പറഞ്ഞവരെല്ലാം കല്ലറയ്ക്കുള്ളിൽ അടക്കപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവം എന്ന് ഉറപ്പുണ്ടോ? എന്താ അപ്പന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ താമസം? എന്താ നമ്മുടെ വിടുതലിൽ വൈകുന്നത്? ഈ പള്ളിപ്രമാണിയായ മനുഷ്യൻ സമൂഹത്തെ നോക്കിയില്ല. ഒരുപക്ഷെ പള്ളിയിൽ നിന്നെ പുറത്താക്കുമെന്ന് ചിന്തിച്ചില്ല. ഇന്ന് പലരുടെയും ചിന്ത അതാണ്, എന്നെ പള്ളിയിലെ പേര് വെട്ടുമോ? ഈ പള്ളിയിലെ പേര് വെട്ടിയാലും സ്വർഗത്തിൽ പേരുണ്ടോ നോക്കിയാൽ മതി. പള്ളി പ്രശ്നമാക്കുമോ? എന്റെ പദവി നഷ്ടപ്പെടുമോ? ഇതൊന്നും അവൻ ചിന്തിച്ചില്ല. നീ അറിഞ്ഞ സത്യത്തെ നിന്റെ രക്തബന്ധങ്ങളോട് പങ്കിടാൻ എന്താ കഴിയാത്തത്? നിന്റെ സഹോദരങ്ങളോട് പങ്കിടാൻ എന്താ കഴിയാത്തത്? അങ്ങനെ കഴിയാതിരിക്കുന്നിടത്തോളം നമ്മുടെ അനുഗ്രഹമാണ് വൈകുന്നത്.
നമ്മൾ അറിഞ്ഞ സത്യത്തെ മറ്റുള്ളവർക്ക് പകുത്തു കൊടുക്കുവാൻ ഒരു ആർത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മെ നടത്താൻ ദൈവശക്തനാണ്. എല്ലാം തീർന്നിട്ട് ഇതെല്ലാം ചെയ്യാൻ നോക്കിയിരിക്കരുത്. നീ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. ആ സമയത്തും മറ്റുള്ളവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ കഴിയും. വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. കഷ്ടതയും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ പള്ളിപ്രമാണിയായ മനുഷ്യൻ യേശുവിന്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, കർത്താവേ, എന്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ നീ വന്നൊന്ന് സൗഖ്യമാക്കണം. 41-42 വാക്യങ്ങൾ. കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്നു കുട്ടിയുടെ കൈക്ക് പിടിച്ചു. ബാല എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീഥ കൂമി എന്ന് അവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. 12 വയസ്സുള്ള തന്റെ മകൾ അത്യാസനത്തിലാണെന്ന് യേശുവിനോട് പറയുമ്പോൾ യേശുവിന്റെ കാൽക്കൽ വീണ പള്ളിപ്രമാണിയോടൊപ്പം ആ പള്ളിപ്രമാണിയുടെ വീട്ടിൽ പോകാൻ യേശു തയ്യാറായി. പോകുന്ന വഴിക്ക് ഈ പള്ളിപ്രമാണിയുടെ ആ വീട്ടിൽ നിന്ന് ആളുകൾ വന്ന് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചുപോയി. യേശു അതൊന്നും കാര്യമാക്കിയില്ല. എന്റെ പാദപീഠത്തിൽ വീണ ഒരുവനെ വിടുവിപ്പാൻ, അവന്റെ കുഞ്ഞിനെ വിടുവിപ്പാൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് പകൽ എത്ര പേർക്ക് യേശുവിന്റെ പാദപീഠത്തിൽ വീഴാൻ മനസ്സുണ്ട്? കഴിയുന്നവരും മുട്ടുമടക്കാം. മുട്ടിന്മേൽ നിൽക്കാൻ കഴിയുന്നവരെല്ലാം മുട്ടുമടക്കാം. ബാക്കിയുള്ളവർക്ക് കസേരയിൽ ഇരിക്കാം, കണ്ണുകൾ അടയ്ക്കാം, പള്ളിപ്രമാണി യേശുവിന്റെ മുമ്പിൽ മുട്ടുമടക്കിയതുപോലെ, കുഷ്ഠരോഗി യേശുവിന്റെ മുമ്പിൽ മുട്ടുമടക്കിയതുപോലെ, മോശയും യോശുവയും യേശുവിന്റെ മുമ്പിൽ മുട്ടുമടക്കിയതുപോലെ, മോശയും അഹരോനും യേശുവിന്റെ മുമ്പിൽ മുട്ടുമടക്കിയതുപോലെ, ഏലിയാവ് ദൈവസനെ മുട്ടുമടക്കിയതുപോലെ, യഹോശാഫാത്ത് ദൈവസനെ സാഷ്ടാംഗം വീണ് അതേ കരഞ്ഞതുപോലെ എത്ര പേർക്ക് കരയാൻ കഴിയും? നിന്റെ അകമൊന്ന് ഉടഞ്ഞിട്ട്, നിന്റെ ഹൃദയം ഒന്ന് ഉടഞ്ഞ് കരയാൻ കഴിയുമോ? കുഞ്ഞുങ്ങളെല്ലാം കണ്ണടച്ച് പ്രാർത്ഥിച്ചു. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെല്ലാം പ്രാർത്ഥിച്ചു. യൗവനക്കാരെല്ലാം പ്രാർത്ഥിച്ചു. കർത്താവേ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ മുട്ടുമടക്കും. അങ്ങയുടെ സന്നിധിയിൽ വീണ് കിടന്ന് കരയുവാൻ എന്നെ തന്നെ ഏൽപ്പിക്കും. മാതാപിതാക്കളെല്ലാം പ്രാർത്ഥിച്ചു. ഇന്ന് അനുഭവിക്കുന്ന സകല പ്രതിസന്ധികൾക്കും പരിഹാരം തരാൻ എന്റെ അപ്പൻ വിശ്വസ്തനാണ്. ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കുക. ആ കർത്താവിന്റെ സാന്നിധ്യം ശക്തമായി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഓ ശവ, ചില കുടുംബങ്ങളെ വിടുവിപ്പാൻ, ചില വ്യക്തികളെ തൊടുകയാ. ഇന്ന് പകൽ നീ വർഷങ്ങളായി അനുഭവിക്കുന്ന ചില പ്രതിസന്ധികൾക്ക് പരിഹാരം ഇന്ന് പകൽക്കാലം കർത്താവ് നൽകുക. 2026 മൂന്നാമത്തെ വിശുദ്ധ ദിവസം എന്റെ കർത്താവ് വാഗ്ദത്ത പ്രകാരം ഇവിടെ വന്നിട്ടുണ്ട്. 2-3 ഒരു ദിവസത്തോടെ കൂടി വരുമ്പോൾ ആയവിടെ നടുവിലുണ്ടെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് പകൽക്കാലം അക്ഷരാർത്ഥത്തിലൂടെ വെളിപ്പെട്ട് നിൽക്കുക. ആ കർത്താവിന്റെ തേജസ് കൊണ്ട് ഈ ആലയത്തെ മൂടുകയാ. ആ ദൈവത്തിന്റെ തേജസ്സിന്റെ മറവിൽ അത്ര നമ്മൾ ആയിരിക്കുന്നത്. ചോദിച്ചാൽ തരാമെന്ന് പറഞ്ഞവർ ഇവിടെ വന്നിട്ടുണ്ട്. അഗ്നി ജ്വാലക്കത്തെ കണ്ണോടുകൂടിയ ആ കർത്താവിന്റെ സാന്നിധ്യം, ആ കർത്താവിന്റെ സാന്നിധ്യം, ആ കർത്താവിന്റെ പാദസ്പർശന തിരിച്ചറിയുകയാ. ചോദിച്ചോ, ഇന്ന് പകൽ എവിടെയാണോ നീ വീണിരിക്കുന്നത് ഓർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുവാൻ, ഓ ദൈവസ്ഥ വീട് കിടന്ന് കരയുവാൻ എത്ര പേർ തയ്യാറാകുന്നു? അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എന്റെ ദൈവം സർവശക്തനത്രേ. ഇന്ന് പകൽ കൂട്ടമിടുതൽ വർഷങ്ങളായി തടഞ്ഞു വച്ച ചിലതിന് ഈ അഭത തുറന്നു വരട്ടെ. സാന്നിധ്യം ശക്തിയോടെ വ്യാപരിക്കുക. ചില കുടുംബങ്ങൾക്കകത്തേക്ക് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ.
ഓ ഹല്ലേലൂയ. യഹോവയുടെ മഹത്വമുള്ള ഭുജ മോശയുടെ വലങ്കരത്തിൽ വന്നപ്പോ ചെങ്കടൽ വിഭാഗിപ്പാൻ ശക്തീകരിച്ചതുപോലെ ചില ബലഹീനത മാറുകയാ, ചില ലോകത്തിന്റെ കെട്ടുകൾ അഴിയുകയാ, ചില ശാപത്തിന്റെ കെട്ടുകൾ അഴിയുകയാ. നന്മക്കെതിരെ ലോകം കെട്ടിയത്, മനുഷ്യൻ കെട്ടിയത്, പിശാച് കെട്ടിയത് ഇന്ന് മുതൽ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ആരാധിക്കാൻ താങ്കളുടെ ആരാധിച്ചോ, വിശ്വാസമുള്ളവർ മാത്രം ആരാധിച്ചാൽ മതി. ഇന്ന് പകല് ഞാൻ ദൈവസ്ഥലി വീടുകളെന്ന് കരയുന്നത്, ഞാൻ ആരാധിക്കുന്ന വിഷയത്തിന്, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഞാൻ ഇന്ന് മറുപടിയുമായിട്ട് മടങ്ങിപ്പോകുകയുള്ളൂ. അങ്ങനെ വിശ്വാസമുള്ളവർ ആരാധിച്ചോ, ആദരം തുറന്ന് ദൈവത്തോട് നിലവിളിച്ചോ. ഓ, നിന്റെ നിലവിളി കേൾക്കുക. ഉലകത്തിൽ ആരുമില്ലേ, നിന്നെ കാക്കുന്ന ഒരുവൻ നിന്റെ അടുക്കലുണ്ട്. യേശുവേ, 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 യേശുവേ. ഞങ്ങൾ ഒരുമിച്ച് അപ്പന്റെ സന്നിധിയിലേക്ക് അടുത്തു. അവിടുത്തെ കൃപ ഞങ്ങളുടെ അവിടുന്ന് ഞങ്ങളോട് കരുണ തോന്നുന്നു. ഞങ്ങൾക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ലപ്പാ. അപ്പന്റെ ദാനമാ. ആർക്കോ ദൈവത്തോട് കരയുന്നു. നിന്റെ സങ്കടം ഒതുക്കാൻ കഴിയാതെ അടപൊട്ടിയതുപോലെ നിന്നെ കണ്ണുനീരൊഴുകുന്നു. ഇന്ന് പകലും നിന്റെ വാക്കിനെ ആശ്വസിപ്പിക്കുന്ന ആളുകളില്ല. നിന്നെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകർത്താരായി മാറുന്നു. എന്റെ അപ്പന്റെ കരത്തിന് തലോടുകയാണ്. മകനെ, മകളെ, നീ ഭാഗ്യപ്പെടും. ആ യേശു അപ്പന്റെ കരം ഇന്ന് പകൽക്കാലം നമ്മെ തുറക്കും. കണ്ണുനീർ താഴ്വ കണ്ണുനീർ താഴ്വ കർത്തരന്റെ കൈവിടില്ലൻ, കർത്തരന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും. സാധുയന്റെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. സാധുയന്റെ കൈവിടാതെ നാഥനെന്നും പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ കരയുന്നവരോടുകൂടെ കരയുന്ന അപ്പ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടാത്തൊരപ്പൻ ഞങ്ങൾക്കുണ്ട്. ഇന്ന് പകലാരൊക്കെ ദൈവസന്നിധി മുട്ടുമടക്കി അപ്പനോട് കരഞ്ഞു. അവരുടെ വിഷയങ്ങൾക്ക് ദൈവം പരിഹാരമാക്കുന്നു. ഒരു വ്യക്തി പോലും കർത്താവിന്റെ സ്പർശനം അനുഭവിക്കാതെ മടങ്ങരുത്. കർത്താവിന്റെ വിടുതൽ അനുഭവിക്കാതെ മടങ്ങാൻ ആരെയും അനുവദിക്കരുത്. വിശുദ്ധ സഭായോഗത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം മാന്യത കൊടുത്ത് അപ്പനെ ആരാധിക്കും. ദൈവം ഞങ്ങൾക്ക് കൃപ. യേശുവെ, സന്തോഷത്തോടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി
സ്വഭവനങ്ങളിൽ സ്വസ്ഥമായി വസിച്ച് പിന്നെ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവോളം ദൈവ തേജസ്സിൻ്റെ ചിറകിൻ കീഴിൽ മറന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനം നാം ഏവരോടും, നാം കേട്ട വചനങ്ങളോടും, നാം പ്രാപിച്ച ദൈവകൃപയും, നാം എടുത്ത തീരുമാനത്തോടും ലോകത്തിലെ സകല വിശുദ്ധന്മാരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം.